നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടുകയാണ് മലയാളി താരമായ സഞ്ജു സാംസൺ. ടി20യിൽ തുടർച്ചയായ 2 സെഞ്ചുറികളടക്കം നേടി റെക്കോർഡ് പ്രകടനത്തോടെയാണ് സഞ്ജു മിന്നിക്കുന്നത്. അതിവേഗത്തിൽ റൺസ് ഉയർത്തി ഓപ്പണിംഗിൽ തന്റെ സീറ്റ് ഉറപ്പിക്കാൻ സഞ്ജു സാംസണ് ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. പരിശീലകൻ ഗൗതം ഗംഭീറും നായകൻ സൂര്യകുമാർ യാദവും സഞ്ജുവിന് നൽകുന്ന വലിയ പിന്തുണയാണ് താരത്തിന് കരുത്താകുന്നത്. വലിയ കാത്തിരിപ്പിന് ശേഷമാണെങ്കിലും ഇപ്പോൾ അർഹിച്ച അവസരം സഞ്ജുവിന് ലഭിക്കുന്നുണ്ട്. ഇത് മുതലാക്കാനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. എന്നാൽ സഞ്ജുവിന്റെ വലിയ സ്വപ്നം ഇപ്പോഴും ബാക്കിയാണ്. ഇന്ത്യയെ നയിക്കണമെന്ന സഞ്ജുവിന്റെ ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല. IPLൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു. മികച്ച പ്രകടനം ടീമിനൊപ്പം നടത്താനും സഞ്ജുവിന് സാധിക്കുന്നുണ്ട്. എന്നാൽ ക്യാപ്റ്റനായി ദേശീയ ടീമിനെ നയിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. സഞ്ജുവിന് ഈ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. സഞ്ജുവിന്റെ വലിയൊരു സ്വപ്നം നടക്കുക ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലൂടെയാകുമെന്നും അറിയുന്നുണ്ട്. ഓസ്ട്രേലിയൻ പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ നാട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ 5 T20 പരമ്പരകൾ കളിക്കാൻ പോവുകയാണ്. ഈ പരമ്പരയിൽ സഞ്ജുവിന് ഒരു മത്സരത്തിൽ നായകസ്ഥാനം ലഭിച്ചേക്കും എന്നാണ് സൂചന. ഇന്ത്യയുടെ നിലവിലെ T20 നായകൻ സൂര്യകുമാർ യാദവ് ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ 2 T20 മത്സരങ്ങളും കളിച്ചേക്കില്ല എന്നാണ് വിവരം. ഇന്ത്യ നിലവിൽ സൂര്യകുമാറിനെ T20യിൽ മാത്രമാണ് കളിപ്പിക്കുന്നത്. എന്നാൽ മറ്റ് ഫോർമാറ്റുകളിലേക്കും സൂര്യയെ തിരികെ കൊണ്ടുവരാൻ പരിശീലകൻ ഗൗതം ഗംഭീർ നീക്കം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ടെസ്റ്റ് പരമ്പരയിലും സൂര്യകുമാർ ഉണ്ടാകും എന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ ആദ്യത്തെ 2 മത്സരത്തിൽ സൂര്യകുമാർ യാദവ് ഉണ്ടായേക്കില്ല. ഇന്ത്യൻ T20 ടീമിലേക്ക് യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തുമെല്ലാം തിരിച്ചെത്താനാണ് സാധ്യത. എന്നാൽ നിലവിൽ ഇവരെക്കാളും ഗംഭീര വിശ്വാസം അർപ്പിക്കുന്നത് സഞ്ജുവിനെയാണ്. ദക്ഷിണാഫ്രിക്കയിൽ ശേഷിക്കുന്ന 3 മത്സരത്തിലും മികവ് കാട്ടിയാൽ ഇന്ത്യ സഞ്ജുവിനെ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ 2 മത്സരത്തിലും നായകനായി പരിഗണിച്ചേക്കും. സഞ്ജു സാംസണ് ടെസ്റ്റ് ടീമിലേക്കും ഇന്ത്യ പരിഗണന നൽകുന്നുണ്ട്. ഇക്കാര്യം സഞ്ജു സാംസൺ തന്നെയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ സഞ്ജുവിനെ പരിഗണിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ നാട്ടിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലൂടെ സഞ്ജുവിന് അരങ്ങേറ്റം പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ പ്രകടനം വിലയിരുത്തിയാകും ഇന്ത്യ സഞ്ജുവിനെ കളിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും സഞ്ജുവിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടീമിന് പുറത്താണ് സഞ്ജു ഉള്ളത്. എന്നാൽ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം വിലയിരുത്തി ഓപ്പണർ റോളിലേക്ക് സഞ്ജുവിനെ വളർത്താൻ ഇന്ത്യ ശ്രമിച്ചേക്കും. രോഹിത് ശർമ്മ വിരമിക്കുമ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് ഏറ്റവും അർഹനായ ബാറ്ററാണ് സഞ്ജു സാംസൺ. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലൂടെ സഞ്ജു ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്ന് കാത്തിരുന്നതിനെ കണ്ടറിയാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു. എന്നാൽ 2ാം മത്സരത്തിൽ റണ്ണൊന്നും എടുക്കാതെ ഡെക്കിനാണ് പുറത്തായത്. വരുന്ന 2 മത്സരങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സഞ്ജുവിന് സാധിക്കേണ്ടതായുണ്ട്. ഇതോടൊപ്പം തന്നെ സ്ഥിരതയോടെയും മിന്നിക്കേണ്ടതുണ്ട്. ഇതിന് സാധിക്കാത്ത പക്ഷം സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമാകും. എന്തായാലും സഞ്ജുവിന് മുന്നിൽ സുവർണാവസരം തന്നെയാണ് ഉള്ളത്.